നമസ്കാരം. വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ വേളയിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചത് വിവാദത്തിൽ മുൻ മന്ത്രിയും CPM നേതാവുമായ മുഹമ്മദ് റിയാസാണ് ആദ്യം രംഗത്ത് വന്നത്. ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടിയത് മതേതരത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. പൂർണ്ണ രൂപത്തിൽ ആലപിച്ചത് ബോധപൂർവമാണെന്നും വന്ദേ മാതരം പൂർണ്ണമായി പാടിപ്പോകണമെന്നുള്ളത് സംഘപരിവാറിന്റെ അജണ്ടയാണെന്നുമാണ് റിയാസ് കുറ്റപ്പെടുത്തിയത്. റിയാസിനെതിരെ BJP MLA വി മുരളീധരനും കോൺഗ്രസ് നേതാവ് BRM ഷഫീറുമാണ് രംഗത്തെത്തിയത്. ദേശീയഗാനത്തെ പോലെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന്റെ ദേശീയ ഗീതമെന്നാണ് ബഷീർ പറഞ്ഞത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരം ആലപിച്ചിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ മുദ്രാവാക്യമായി പാർട്ടി വന്ദേ മാതരം എന്നത് തെരഞ്ഞെടുത്തുവെന്നും ഇനിയും ആലപിക്കുമെന്നുമാണ് ഷഫീർ കുറിച്ചത്. വന്ദേ മാതരത്തിന്റെ ഏത് ഭാഗമാണ് താങ്കളെ ആശങ്കപ്പെടുത്തുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വന്ദേ മാതരം ഭരണഘടനാ വിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വി മുരളീധരൻ ചോദിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ആദ്യ പ്രതികരണവും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനുമായി ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തുകയാണ്. ഔദ്യോഗികമായി പൊതുവെ അംഗീകരിക്കുകയും ആലപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഈരടികളാണ് എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. വന്ദേ മാതരത്തിന്റെ തുടർന്ന് വരുന്ന ചില ഭാഗങ്ങൾ ചരിത്രപരമായി വിവാദങ്ങൾക്ക് ഇടയാക്കിയതും ആശങ്ക ഉയർത്തിയതുമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര കാലത്തും വിവിധ സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം നിർബന്ധിതമാക്കാനുള്ള ശ്രമങ്ങൾ വിവാദമായിരുന്നല്ലോ. ചില സംഘടനകളും പൗരാവകാശ പ്രവർത്തകരും ഇത് നിർബന്ധമാക്കുന്നത് ഭരണഘടനാ സ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷതയെയും ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നതുമാണ് എന്നൊക്കെയാണ് കുറിപ്പിൽ റിയാസ് പറഞ്ഞത്. റിയാസിനെതിരെ സോഷ്യൽ മീഡിയയിലും എതിർപ്പ് ശക്തമാണ്. ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ റിയാസിനെതിരെയുണ്ട്. അല്ല റിയാസെ, വന്ദേ മാതരം മുഴുവനും ചൊല്ലിയതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി മതസ്പർദ്ധ വളർത്താതെ തൻ്റെ ജോലി നോക്ക്. ഇനിയെങ്കിലും CPM എന്ന പാർട്ടിയെ നശിപ്പിക്കാതെ വേറെ പണി നോക്ക് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് കേരളത്തിൽ വന്ദേ മാതരം വീണ്ടും വിവാദമാകുന്നത്.